ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ടവരത്തിൽ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനം എത്തുന്ന അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടല്ലേ? ഒത്തിരി പേർക്ക് അച്ചാർ ഇഷ്ടമായെന്ന് പറഞ്ഞു. പ്രീസമ്മോന് സുഖമായി. പ്രീസമ്മോനെ, എന്തുകൊണ്ട് വിശേഷം? നല്ലതാ. എന്തോ ചെയ്യുമായിരുന്നു ഇപ്പം? എന്തോ തിന്നുമായിരുന്നു? മാരി ബിസ്ക്കറ്റ്. ഇന്ന് അവന് ഉരുളൻകിഴങ്ങ് മെഴുക്കോട്ട് ഇഷ്ടമാ. ഞാൻ എന്നാ വരുമ്പം അത് ഞാൻ പറഞ്ഞ വായിക്ക് രുചി ഇല്ലായിരിക്കും, അങ്ങനെയൊന്നും കഴിക്കുന്നില്ല. ചപ്പാത്തി അതോടെ തട്ടേന്ന് വെച്ചോണേ. അവനത് വേണ്ട, അവൻ ഫാസ്റ്റിങ്. പിന്നെ ഞാൻ വിട്ടവാട്ടാന്നൊക്കെ വിളിച്ച് 2 എണ്ണം എടുത്തോണ്ട് വന്ന് ഒരെണ്ണം എങ്ങനെയും തീറ്റിച്ച്. വിശക്കുന്നില്ലോടാ നിനക്ക്? ഇപ്പം പിന്നെ ഒരു ബിസ്ക്കറ്റ് എടുത്ത് കൊടുത്ത് അത് തിന്ന്. കൊച്ചു ഫ്രീ ആയി ഇന്ന് മുതൽ. മുടി എന്തോ ഇങ്ങനെ കഴിഞ്ഞു? മുടി വെട്ടാറായി. ഇവൻ്റെ മുടി പെട്ടെന്ന് വളരും. ഇവൻ ജനിച്ച സമയത്ത് എൻ്റെ ദൈവമേ, ഇവൻ്റെ മുടി കാണാറുന്നില്ല. പെൺകൊച്ചും കൂടെ മുടി പോലെ തക്കുടുമായിരുന്നു എൻ്റെ കുഞ്ഞ്. എത്ര ഇഞ്ചക്ഷൻ എടുത്ത് കിടന്ന കിടപ്പ്. വെന്റിലേറ്ററിലൊക്കെ ഇട്ട കുഞ്ഞായത്. ഞാൻ കരയത്തില്ല. അവൻ പുറം മമ്മി ഇപ്പോൾ കരയുമെന്ന്. വിഷമമുണ്ട് മക്കളെ. ദൈവം തന്ന ഗോഡ് തന്ന ഗിഫ്റ്റാ നീ. ഓക്കെ, അതുകൊണ്ട് എപ്പോഴും മക്കൾ ഗോഡിന് താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ ഇപ്പൊ കുളിക്കണ്ട, ഇപ്പൊ തണുപ്പായി. വേണ്ട 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 വേണ്ട, ഒന്നാമത് പനി. വേണ്ട, രാവിലെ ഞാൻ കുളിപ്പിച്ചോളാം, വെള്ളം ചൂടാക്കിയിട്ട്. പിന്നെന്താ ഞാൻ പറഞ്ഞേ? ഇപ്പം എൻ്റെ വീഡിയോ കാണുന്നത് തന്നെ, ഒരു മിനിറ്റ്, ബഹുജനം പല വിധമാണ്. ചിലർക്ക് എൻ്റെ ഈ സ്വഭാവങ്ങളൊക്കെ, ഈ പറയുന്നത് ഇങ്ങനെ കാണിക്കുന്നതൊക്കെ ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. പല മനുഷ്യരും, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, പലരും പല, ഞാൻ പറഞ്ഞില്ലേ സ്വഭാവക്കാരാണ്. ചിലർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെട്ടി തുറന്നങ്ങ് പറയും. അങ്ങനെയുള്ളൊരു ശുദ്ധരാ. പെട്ടെന്ന് അവർ ദേഷ്യപ്പെടുകയും ചെയ്യും, ഇണങ്ങുകയും ചെയ്യും. പക്ഷേ അങ്ങനെയുള്ളവരെ ആൾക്കാർക്ക് ഇഷ്ടമല്ല. ഈ ചിലരുടെ സ്വഭാവമുണ്ട്, അവർ പുറമേ ദേഷ്യം കാണിച്ചില്ലെങ്കിൽ ഉള്ളി ദേഷ്യം കാണും, പുറമേ അവർ സന്തോഷമായിട്ട് കാണിക്കും. എത്ര നില അവർക്ക് എന്താ പറയുന്നേ, അവർ മനസ്സിലൊന്ന് വെച്ചിട്ട് പുറമേ ഒന്ന് കാണിക്കും. പക്ഷേ എനിക്ക് അങ്ങനെ പറ്റത്തില്ല കേട്ടോ. എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഉടനെ അത് എൻ്റെ ഫേസിൽ പെട്ടെന്ന് മനസ്സിലാവും. എന്നോട് നാളെ ആരോ കുറേ നാളായി, ചേച്ചിയുടെ കൊച്ചിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ ഇടണേ. എന്താ കൊച്ചിലത്തെ, നമ്മുടെ അന്നത്തെ കൊച്ചിലത്തെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ എന്താ? നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ട് ജീവിച്ചവരൊക്കെയാണ്. നമ്മൾ സ്കൂളിൽ പോവുകയാണേലും രാവിലെ ഞങ്ങൾക്കാണെങ്കിൽ അന്നൊന്നും ബസ്സോ അങ്ങനെയുള്ളതൊന്നുമില്ല. അന്ന് 20 പൈസ 25 പൈസയൊക്കെ കൊടുത്താൽ ബസ്സിൽ പോകാം. ബസ്സുകാർ സ്കൂൾ പിള്ളേരെ കയറ്റത്തുമില്ല, കാരണം അത്രയും കുത്തിത്തിരിയ പിള്ളേർ കയറുന്നത്. ഞങ്ങൾ നടന്ന പോയിക്കൊണ്ടിരുന്ന, ഒത്തിരി നടക്കണമായിരുന്നു. ഒരു 1.5-3 മണിക്കൂർ കൂടുതലും. ഇവൻ അത് കള്ളമാണെന്ന് പറഞ്ഞിരിക്കുക. എന്നെ നാട് ഇങ്ങനെ കാണിക്കുന്നു, ചുമ്മാതാണ്. ഇവിടുത്തെ ഞാൻ പറയത്തില്ല നിങ്ങൾ ബസ്സിൽ പോകുന്നെന്ന്. ഈ പിള്ളേർക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എടാ, ഞങ്ങൾ ഇങ്ങനെ നടന്നാൽ പോയിക്കൊണ്ടുള്ളതെന്ന് വെച്ചാൽ. എന്നിട്ട് നമ്മൾ വീട്ടിലുള്ള ജോലി അതേ കിട്ടും നിനക്ക്. ഇങ്ങോട്ട് വന്നേടാ, ഞാനിപ്പോൾ കാണിക്കുന്നില്ല. നീ എന്നെ കൊഞ്ചണം കാണിക്കുന്നത്. എങ്ങനെ നീ കാണിച്ചേ? എങ്ങനെയാണ് കേട്ടോ? ഞങ്ങൾ അങ്ങനെ നടന്നാ പൊയ്ക്കൊണ്ടിരുന്നത് കേട്ടോ. അവരൊന്നും വയ്യ. എന്നെ അവിടുന്ന് കൊഞ്ഞനം കാട്ടുമായിരുന്നു. പിന്നെ എന്നുള്ള ഞങ്ങൾ നടന്നാ പോയിക്കൊണ്ടിരുന്നത്. ബസ്സൊന്ന് ഞങ്ങൾക്കില്ലായിരുന്നു ഡയറക്റ്റാ. ഞങ്ങൾ വൈരിക്കൂടൊക്കെയായിരുന്നു നടന്നു പോകുന്നത്. അപ്പോൾ രാവിലെ മുറ്റം എല്ലാം തൂക്കണം.
അന്ന് മോട്ടറൊന്നും ഇല്ലല്ലോ നമുക്ക്, വെള്ളമൊക്കെ കോരി വെക്കണം. അതൊക്കെ ഒരു വൈകുന്നേരം ആകുമ്പോഴും നമ്മൾ മുറ്റം, എനിക്കാണെങ്കിൽ അതിഷ്ടമാണ്. പിന്നെ ഞാൻ ജോലി ചെയ്യുമായിരുന്നു അന്നും. ഈ ബെൻസിയൊക്കെ ജോലിക്കള്ളിയായിരുന്നു കേട്ടോ. പിന്നെ ബെൻസിക്കൊന്നും അറിയത്തുമില്ലായിരുന്നു. പിന്നെ ബെൻസി എല്ലാം പഠിച്ചു. ഇപ്പം അവളെ ഞങ്ങളെക്കായൊക്കെ സ്മാർട്ടായിട്ട് അവളെ എല്ലാം ചെയ്യുന്നത്. മുറ്റമൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പൊടിയാകുമ്പോൾ തളിച്ച് തൂക്കും. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പിന്നെ വിളക്കുകൾ, നമുക്കന്ന് വിളക്ക് കറണ്ടൊന്നും ഇല്ലെങ്കിൽ വിളക്കൊക്കെ കത്തിക്കണം. വിളക്കെല്ലാം ഒരുക്കി മണ്ണെണ്ണയൊക്കെ ആയിരുന്നു അന്ന്. മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് വയലിൽ കൂടെ ഒക്കെയായിരുന്നു ഞങ്ങൾ പോകുന്നത്. വയലിൽ നെൽകൃഷിയാണ്. ഞങ്ങളുടെ വീട് പിന്നെ കണ്ടത്തിൻ്റെ കരയ്ക്കാണ്. അപ്പോൾ എപ്പോഴും നല്ല കാറ്റൊക്കെ വരും. നെൽകൃഷിയായിരുന്നു. ഇപ്പോൾ അതൊക്കെ നെൽകൃഷിയൊന്നുമില്ല, അതെല്ലാം വെട്ടി റബ്ബറൊക്കെ ആക്കി. ഇപ്പോൾ വയലും ഇല്ല, നടന്നു പോകാൻ മനുഷ്യർക്ക്. അന്നൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് മേശ്ശേരിക്കോണം എന്ന് പറയുന്ന ഇതുണ്ടായിരുന്നു. അന്നേരം അങ്ങനെ അടുത്തടുത്ത് ഇഷ്ടം പോലെ വീട്ടുകാരായിരുന്നു അവർ. അപ്പോൾ അവരെല്ലാം ഈ വയലേ കൂടെ ആയിരുന്നു ഞങ്ങളുടെ അഞ്ചൽ കയറുന്നത്, ഷോർട്ട് കട്ട്. അങ്ങനെ വയലേ കൂടെ പോവുകയാണേലും അരമണിക്കൂറിൽ കൂടുതൽ പോകണം. പിന്നെ ഇതിപ്പോൾ ഓട്ടോയൊക്കെ ആയി അങ്ങ് ആലഞ്ചേരി കൂടെ കറങ്ങി വേണം പോകാനും. അപ്പോൾ നമുക്കറിയാമായിരുന്നു ആൾക്കാർ ഇങ്ങനെ നടന്ന് ലൈറ്റൊക്കെ അടിച്ച് പോകുന്നതൊക്കെ. ആ ഒരു കാലം എന്ത് രസമായിരുന്നു എന്നുള്ള ഞാൻ ചിന്തിക്കുക. ഇപ്പം മരങ്ങളും ഇല്ല, പിന്നെ വയലും ഇല്ല, ഒന്നുമില്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്താ, അവർക്ക് എന്തോലും വീട്ടിൽ നമ്മൾ വെച്ച്, ഇപ്പം അവർക്ക് ബുദ്ധിമുട്ട് എന്തോന്ന് അവർ മനസ്സിൽ. നമ്മൾ ബുദ്ധിമുട്ട്, ഞാൻ പറയും, ഞങ്ങൾ ഈ സ്ലേറ്റ് പെൻസിലാണ് എഴുതി, ഒരു പെൻസിലും കൊണ്ട് ഞങ്ങൾ നടക്കുമായിരുന്നു. ഇപ്പോൾ ഇവർക്ക് ബോക്സ് പെൻസില, ഒന്ന് രണ്ട് കൊടുത്തു വിടുക, കളഞ്ഞിട്ടിങ്ങി വരുമോ, ഇറേസർ ആണെങ്കിലും കൊടുക്കുക, കളഞ്ഞിട്ട് വരുമോ, അടുത്ത് വാങ്ങിക്കുക. അവർക്കൊരു എന്താ, പൈസയുടെ ഒരു വാല്യൂ ഇല്ല. വീട്ടിലാണെങ്കിലും എന്തെങ്കിലും വെച്ചാൽ ഒരാൾക്ക് ഒരെണ്ണം വേണ്ട, ഒരാൾക്ക് ഇത് വേണം അത് വേണം. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്, കാലം മാറുന്നതനുസരിച്ച് മനുഷ്യർ മാറിക്കൊണ്ടേയിരിക്കുക. പക്ഷേ എനിക്ക് നമ്മുടെ കാലമായിരുന്നു എനിക്കിഷ്ടം. ചക്കയും മാങ്ങയും എല്ലാം തിന്ന് അതിൻ്റെയൊക്കെ കൊതി ഇപ്പം നമുക്കറിയാം. ഇല്ല, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറഞ്ഞതുപോലെ നാട്ടിലുള്ളവർക്ക് ഇതൊക്കെ പറയുമ്പോൾ അവർക്കൊരു എന്തോ ഇത്ര കൊതിക്കാനെന്നൊക്കെ ചിന്തിക്കും. പക്ഷെ നമ്മൾ കുറച്ച് നാളൊന്ന് മാറി നിൽക്കുമ്പോൾ, നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമുക്കിതിൻ്റെ എല്ലാം വില മനസ്സിലാവും. വിലയും സഹോദരങ്ങളുടെ സ്നേഹവും. ഞങ്ങൾ അന്നും ഇന്നും ഞങ്ങൾ 4 പേരും ഒരേ ഇതിൽ, ഞങ്ങളുടെ അമ്മ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് അതാ. എന്തെങ്കിലും കിട്ടിയാൽ ഞങ്ങൾ 4 പേരൂടെ ഷെയർ ചെയ്തെടുക്കും. പക്ഷേ ഇപ്പോഴത്തെ മക്കൾ അങ്ങനെ കാണും, ഷെയർ ചെയ്ത് എടുക്കും ഇല്ലല്ലേ. അമ്മ ഞങ്ങൾക്ക് 4 ഒരു, ഇപ്പോൾ കപ്പലണ്ടി അങ്ങനെ വാങ്ങിച്ചാലും 4 പാർട്ടിൽ പേപ്പറിൽ ഇങ്ങനെ വെച്ച് അമ്മ എല്ലാവർക്കും കൂടെ കൊടുക്കും. അത് ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളത് എന്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും വന്നാൽ ഞങ്ങൾ താലും ഫോൺ ചെയ്യുകയും ഒരു ദിവസം പോലും ഞങ്ങൾ മിണ്ടാതിരിക്കത്തില്ല. പിന്നെ ബെൻസിക്ക് ഇപ്പം ബിസി ആയതുകൊണ്ട് അവളിപ്പം ചിലപ്പം നമ്മൾ വിളിക്കുമ്പോഴൊന്നും എടുക്കത്തില്ല. പിന്നെ എങ്ങനെ ഒരു വോയിസ് മെസ്സേജ് വിടും, എടിയെ ഞാൻ ബിസിയാ, അങ്ങനെ കാണാൻ പറയും. ആ സ്നേഹം ഇപ്പോഴും ഉണ്ട്. ഞാൻ പറയുന്നത് നമ്മളില്ലായ്മയും എല്ലാം മനസ്സിലാക്കി സഹോദരങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിൽ കൂടെ ഒക്കെ ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഞാൻ നോക്കിയിട്ട് നല്ലത്. ഇപ്പം പലരും ഒറ്റയ്ക്കുള്ള ജീവിതങ്ങളാണ്. ഞാനിപ്പം പെർഫെക്റ്റാന്ന് ഞാൻ പറയുമല്ല കേട്ടോ. ഞാൻ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ 2 ദിവസം ഞാനങ്ങനെ വീഡിയോ ഒന്നും അങ്ങനെ ഇവിടെ എടുത്തേയില്ല. കാരണം എൻ്റെ കാര്യത്തിന് എനിക്ക് ഞാൻ പറഞ്ഞ വയറിൻ്റെ പ്രോബ്ലം, അങ്ങനെ സോണോഗ്രാഫി എഴുതി തന്നിട്ട് കുറേ നാളുകളായി ഞാൻ എടുക്കാതിരിക്കുക. സത്യം പറഞ്ഞാൽ എന്തെങ്കിലും അമ്മക്കൊരു ഇച്ചിരി എന്തെങ്കിലും അറിഞ്ഞാൽ, മീൻസ് അറിവ്, ഈ മെഡിക്കലിനെ പറ്റി എന്തെങ്കിലും ഇത്തിരി അറിവുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ടെൻഷനാണ്. അതുകൊണ്ട് ഞാനങ്ങ് പോകാതിരിക്കും. ഇപ്പം എനിക്ക് വയ്യാഞ്ഞുകൊണ്ട് ഞാൻ പോയി. പിന്നെ ബ്ലഡ് ടെസ്റ്റുകളും എല്ലാം കൂടെ കുറേ കുറേ ടെസ്റ്റുകളെല്ലാം ചെയ്തു. HB ഇപ്പോഴും എനിക്ക് 9 ഉള്ളു. ഇനിയിപ്പം നാളെ കൊണ്ട് ഡോക്ടറെ ഒന്ന് കാണിക്കണം. അപ്പം എൻ്റെ പോക്ക് വരവുമായിട്ട് ഇരിക്കുമായിരുന്നു. കൊച്ചിന് വയ്യായിരുന്നു, അതുകൊണ്ടൊക്കെ പിന്നെ ഇവിടെ ആകെ അതുകൊണ്ട് വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. ഓക്കെ, ഇനി ഉള്ള വീഡിയോ ഞാൻ ഇട്ട്, പലരും വീഡിയോ നോക്കിയിരിക്കുന്നവരുണ്ടല്ലേ. ഇന്നലെ എനിക്കൊരു കമൻറ്റ് വന്നു.
ആ പുള്ളിക്കാരിയുടെ ഒരു മിനിറ്റ്, ഇന്നലെ ഞാൻ പറഞ്ഞു ഇന്നലെ ഒരു കമൻറ്റ് വന്നെന്ന്. അപ്പം ഞാൻ പേര് പറയുന്നില്ല, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ എന്തെങ്കിലും വീഡിയോയിൽ പറയുവാണെങ്കിൽ അവിടെ പെർമിഷനോടുകൂടിയേ പറയത്തുള്ളൂ കേട്ടോ. എൻ്റെ മോക്ക് എൻ്റെ വീഡിയോകൾ ഇഷ്ടമാണ്. അപ്പം ഞാൻ ചോദിച്ചു മോക്ക് എത്ര വയസ്സാണ്? ഞാൻ ചോദിച്ചത് വലിയ ആരെങ്കിലും 9 വയസ്സ്. അയ്യോ എൻ്റെ ചക്കര, എൻ്റെ ഒരു ചക്കര ഉമ്മ എൻ്റെ കുഞ്ഞിന് കേട്ടോ. എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെന്ന് അറിഞ്ഞതിൽ എൻ്റെ കുഞ്ഞുങ്ങൾ വരെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടല്ലേ. ചക്കര ഉമ്മ ആൻറ്റിയുടെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് നോക്കാം. എൻ്റെ ഉള്ള ഒരു കുഞ്ഞു വീഡിയോ ഉണ്ട്, അതൊന്ന് കാണും നിങ്ങൾ കേട്ടോ. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞില്ല ഇടയ്ക്ക് ഇങ്ങനെ ഞങ്ങൾ വടയും സാമ്പാറും വാങ്ങിക്കുമെന്നു. റേച്ചൻ ബാറ്റ്മാനെ കളിച്ചിട്ട് വന്നോണ്ടേ വടയും സാമ്പാറും വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ എല്ലാവർക്കും കൊടുക്കാനുള്ളത് കൊടുത്തു. ലാസ്റ്റിൽ സാമ്പാറും ചട്നിയും ഇത്രയും അവശേഷിച്ചു. ഞാനതെല്ലാം കൂടെ ഒരു ബൗളിലോട്ടാക്കിയിട്ട് അതെല്ലാം ഇതിട്ട് ഇങ്ങനെ അതിനെ അങ്ങ് മുക്കി ഇച്ചിരി നേരം ആകുമ്പോഴത്തേന് അത് നല്ല സോഫ്റ്റ് ആവും. എന്നിട്ട് ആ സാമ്പാറും ആ ചട്നിയും കൂടെ അങ്ങ് മിക്സ് ചെയ്തിട്ട് എടുത്ത് കഴിച്ചിട്ട് ബാക്കിയുള്ള സാമ്പാറും ചട്നിയും കൂടെ ഞാനെടുത്ത് കുടിക്കും. നല്ല ടേസ്റ്റാണ് ചട്നിയും സാമ്പാറും കൂടെ ആവുന്നുണ്ട്. അപ്പം ഞാനവിടെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ അടുക്കളയിൽ വെള്ളം എടുക്കാൻ വന്നവരവിടെ എല്ലാം വെള്ളമൊക്കെ ആക്കി. പിന്നെ പോളിനോട് ഞാൻ പറഞ്ഞ് തുണി എടുത്തുകൊണ്ട് വന്ന് തുടയ്ക്കാൻ. അവിടെ ഇത് തുടയ്ക്കുക. പോൾ അറിഞ്ഞില്ല ക്യാമറ അവിടെ ഓണാണെന്നുള്ളത് കേട്ടോ. അപ്പം അതെല്ലാം തറയെല്ലാം തുടച്ചിട്ട് ആളവിടെ പോയി നിൽക്കുക. അപ്പം അവൻ തുടച്ചിട്ടൊന്നും ശരിയായില്ല. പിന്നെ ഞാൻ അവിടെ എല്ലാം ഒന്ന് തുടച്ച് എന്നിട്ട് പിന്നെ കച്ചടക്കാരൻ കച്ചടയൊക്കെ എടുത്തുകൊണ്ട് പോയി. പിന്നെ ബക്കറ്റ് കവറൊക്കെ ഇടാനായിട്ട് ഞാൻ നോക്കുക. നമ്മുടെ രാവിലത്തെ പരിപാടികൾ ഇതൊക്കെയാണ്, ഡെയിലി ഉള്ള പരിപാടികളാണ് ഇത്. കച്ചടയ്ക്കകത്ത് അതെല്ലാം കവറൊക്കെ ഇട്ട് പിന്നെ വെള്ളമൊക്കെ ഒതുക്കണം. വെള്ളമൊക്കെ മാറ്റി വെള്ളം ഒഴിച്ചിട്ട് പിന്നെ വെള്ളം തിളപ്പിക്കാൻ വെക്കണം. പാത്രങ്ങൾ കഴുകുന്നുണ്ടെങ്കിൽ അത് കഴുകണം, പഴയതുണ്ടെങ്കിൽ അതെടുത്ത് വെക്കണം. ഇതൊക്കെയാണ് രാവിലത്തെ പരിപാടികൾ. ഇനിയിപ്പോൾ ഇവരുടെ രണ്ടിൻ്റെയും കൂടെ അവധിയാകുമ്പം ഇവിടെ നല്ല രസമാണ്. എൻ്റെ ജോലികൾ ഉച്ചയ്ക്കത്തെ അപ്പം പെട്ടെന്ന് തീരത്തില്ല. രണ്ടും ഞോണ്ടി ഇരിക്കും. ഇപ്പോൾ പോളിന് ഇത്രയും ദിവസം ഉണ്ടായിരുന്നല്ലേ, പോളും ഈ 2 പേർക്ക് മൊബൈൽ കൊടുത്തോടത്ത് ഇരിക്കാമോ 2 പേരും അനങ്ങാതിരുന്നോളും. മൊബൈൽ ഇങ്ങനെ വാങ്ങിക്കുമ്പോഴാണ് പിന്നെ അവനത് ചെയ്ത് ഇവനിത് ചെയ്തെന്നുള്ള ഓരോ പ്രശ്നങ്ങൾ. പിന്നെ എപ്പോഴും നമ്മൾ പരിഹരിക്കാൻ പോകണം. പോള് വലിയ ന്യായം അടിച്ച് പറയും ഞാൻ ഇന്ന് കുക്കിംഗ് ചെയ്തോളാമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ടേ, എനിക്ക് ഡബിൾ ജോലി തരാനോ? ചുമ്മാ ന്യായം അടിക്കാൻ. അവരുടെ ചിന്ത അവർ പറയുന്നത് പോലെ അല്ല കാര്യങ്ങളും എന്നാ. ഒരു ദിവസം ആശാൻ ടൊമാറ്റോ ചട്നി ഉണ്ടാക്കി. അതോ ഞാൻ പറഞ്ഞ് എന്ത് ചെയ്യുമ്പോഴും എന്നെ വിളിക്കണമെന്ന്. ഞാൻ ചെന്ന് നോക്കിയാണെ ഓയിൽ കുറേ ഒഴിച്ച് പിന്നെ അതിൽ നിന്ന് ഞാൻ എല്ലാം ഇങ്ങനെ കോരിയെടുത്ത്. അപ്പോൾ എന്നോട് പറയുക ടൊമാറ്റോ ഇത്രയും ഇല്ലേ, അപ്പോൾ അത്രയും ഓയിൽ വേണ്ടേന്ന്. ഞാൻ പറയടേ ഇറക്കുക, ടൊമാറ്റോ പിന്നെ ഇച്ചിരി ഒന്ന് അത് വാടുമ്പം വെള്ളമെല്ലാം ഇങ്ങനെ ഇറങ്ങും. അതൊരു കടുക് പൊട്ടാൻ വേണ്ടി ഒരു ഇച്ചിരിയും ഓയിൽ ഒഴിച്ചാൽ മതി. അല്ലാതെ ടൊമാറ്റോയ്ക്ക് അതിൽ നിന്നുകൊണ്ട് വെള്ളം ഇറങ്ങി അത് സോഫ്റ്റ് ആകും, അതിനങ്ങനെ ഒഴിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ തന്നെ ഇച്ചിരി ഓയിൽ ഒഴിച്ച് കൊടുത്തു. അത് നിർബന്ധിച്ച് എനിക്ക് അവന് ചെയ്യണമെന്ന് പറഞ്ഞതാണ്. അന്ന് എനിക്ക് ഇച്ചിരി വയ്യാത്ത ദിവസമായിരുന്നു. ഞാൻ പറഞ്ഞ അവൻ ചെയ്തോട്ടെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ അരിഞ്ഞു തരാം. അന്നേരം അവൻ പറഞ്ഞു വേണ്ട, ഈ ചോപ്പർ ഉണ്ടല്ലോ ഈ പ്രസ് ചെയ്യുന്നത്, അതിൻ്റെ അകത്ത് അവൻ അരിയണം. അവന് ഈ വലിയ സ്റ്റൈലെടുത്ത് കുക്കിംഗ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ ഇപ്പം അത്ര കഴുകുന്ന പരിപാടി ഇത് അങ്ങനെയുള്ളതൊന്നും ഇഷ്ടമല്ല. ഞാൻ തോരൻ വെക്കാനായിട്ട് കുറച്ച് സവാള അരിഞ്ഞായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് സവാള എടുത്തിട്ട് മോരുകറിക്ക് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ചിന്തിച്ച് മീൻകറി വെക്കാനായിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞെടുത്ത് പിന്നെ പ്ലാൻ അങ്ങ് മാറ്റി. അതിൽ നിന്ന് കുറച്ച് മോരുകറിക്ക് വേണ്ടി കുറച്ച് ഇഞ്ചി എടുത്ത് കുറച്ച് വെളുത്തുള്ളി എടുത്ത് പിന്നെ കുറച്ച് ഇപ്പം ഞാൻ എടുത്ത ഇഞ്ചി ഞാൻ കാബേജ് തോരന് വേണ്ടി അതിൻ്റെ അകത്തോട്ട് ഇട്ടതാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് വന്നപ്പോഴത്തേക്കിന് എനിക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ലേ സോണോഗ്രാഫി എടുക്കാനൊക്കെ പോകാൻ സമയമായി. പിന്നെ എന്നാൽ ചിന്തിച്ചെന്നാൽ മീൻകറി വെക്കണ്ടാന്ന്. പിന്നെ ആ അരിഞ്ഞതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച്. അപ്പോൾ ഞാൻ കാബേജ് ഈ നമ്മൾ ഇഞ്ചി ഇതിൻ്റെ അകത്ത് ഇടുന്ന ഉടനെ നല്ലൊരു
മണം കിട്ടും. ആ കാബേജിനല്ലെങ്കിൽ തന്നെ ഒരു ചില കാബേജിനാണെങ്കിൽ കൂടുതലാണ് ഒരു സ്മെല്ല്. അപ്പോൾ ഞാൻ കാബേജൊക്കെ അരിഞ്ഞത് കുറേശ്ശെ ഇട്ട്. ഇച്ചിരി കൂടുതലുണ്ടായിരുന്നു കാബേജ്. ഞാൻ ഇരുന്ന് കുറച്ച് അരിഞ്ഞ് മാറ്റി അരിയാതെ വെക്കാമെന്നും പറഞ്ഞിരുന്നു. പിന്നെ ഇരുന്നങ്ങ് മൊത്തത്തിലങ്ങ് അരിഞ്ഞു. അപ്പോൾ കാബേജ് എല്ലാം കൂടി ഇട്ട് അതൊന്ന് തോരൻ വെക്കട്ടെ. നമ്മുടെ തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് ഇൻട്രോ പറഞ്ഞതിന് ശേഷമാണ് അഖിലിൻ്റെ കമൻറ്റ് കണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, ഈ മക്കളെ എല്ലാ ആൻറ്റിമാരും മോന് വേണ്ടി പ്രാർത്ഥിച്ച് അങ്ങനെ ആ മോൻ്റെ പനി കുറഞ്ഞത്. അഖിൽ പറയും ആൻറ്റിമാർ മാത്രമല്ല, മിക്കവാറും ഞാൻ ഈ ആൻറ്റിമാരുടെ കാര്യമേ പറയത്തുള്ളൂ, ഞാൻ ഇവരുടെ കൊച്ചങ്ങളുടെ കാര്യങ്ങളങ്ങ് മറന്നു പോവും. അപ്പോൾ അവൻ പറയും ഞങ്ങളും പ്രാർത്ഥിക്കും, ഞങ്ങളും അത് ചെയ്തു എന്നൊക്കെ. അപ്പോൾ അഖിലും പ്രാർത്ഥിച്ച് അതിന് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സി യു.